ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു കമ്പൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാണാം ലായനി ഇതേ അടിപൊളി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കൈയിട്ട് കലക്കാൻ അല്പം ഒരു മടിയുണ്ട്. കാരണം ഇത് നല്ല സ്മെല്ലുണ്ട്. നല്ല രീതിക്ക് തന്നെ ആ ഒരു വെള്ളം പുളിച്ചും നല്ല ഗുണത്തോടു കൂടിയും തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ എൻ്റെ തൂക്കുചെടികൾക്ക് ഇതുപോലെ ചാണക വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഈ ഒരു അടപ്പിനാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ തൂക്കുചെടികൾക്ക് മാത്രമാണ് ഈ ഒരു ചാണകലായനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചെടികൾക്കൊക്കെ ഞാൻ ഇതിനു മുന്നേ ഞാൻ ഒരു ദിവസം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയായാലും ഓരോ വീട്ടുകളിലും ഇതുപോലെ തൂക്ക് ചെടികൾ, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. ആ വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ടൊരു ഇഷ്ടം തോന്നാറുണ്ട്. എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഈ തൂക്കുചെടികളും അതുപോലെ തന്നെയാണ് ചെടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ചെന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് എനിക്ക്. കാരണം പ്രത്യേകിച്ചും ചെടികളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്ടിലും നിറച്ചും ചെടിയാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ചാണകം പൊടിച്ചായിരുന്നു ഇടുന്നത്. സാധാരണ കൊണ്ടുവന്നിട്ട് കുറച്ച് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് ഇടാറുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സൈസ് ഉറുമ്പുകളൊക്കെ കയറുന്നതുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ ലായനിയാക്കി ചെടികൾക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മഴയും കൂടിയൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഈ ഒരു ലായനി നന്നായിട്ട് സഹായിക്കും. പ്രത്യേകിച്ചും ചാണകം ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ. പിന്നെ എല്ലുപൊടി നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കപ്പലണ്ടി പുണ്ണാക്ക് കോത്തിട്ട് ഇതുപോലെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റുകൾക്ക് ഒഴിച്ചാലും വളരെ അടിപൊളിയാണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് വളരാനൊക്കെ നല്ല രീതിക്ക് സഹായിക്കുന്ന ഒരു ലായനിയാണ് നമ്മുടെ കപ്പലണ്ടി പുണ്ണാക്ക് കലക്കി ഒഴിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കപ്പലണ്ടി പുണ്ണാക്കില്ല, പക്ഷേ ഞാൻ വാങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഈ ഒരു മണി പ്ലാന്റ് നല്ല രസമാണ് കേട്ടോ, നല്ല മഞ്ഞ കളറാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ലായനി ഒഴിച്ച് ചാണക ലായനി ഒഴിച്ചതിന് ശേഷമാണ് അത് ശരിക്കും പൊട്ടിക്കിളിക്കാനായിട്ടൊക്കെ വന്നത്. എത്ര മണ്ണിന് വളക്കൂറുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇത്തിരി ചാണകലായനിയോ എന്തെങ്കിലുമൊക്കെ ഒരു വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് ഒരു പ്രത്യേക ഒരു പച്ചപ്പും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഷുഗുട്ടനാണെങ്കിൽ ഞാൻ ചാണകവെള്ളവും കൊണ്ട് വരുന്ന കണ്ടപ്പോഴേ എണീറ്റ് മാറിപ്പോയി കേട്ടോ. ഷുഗുട്ട ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊഴിക്കാനായിട്ടായിരുന്നു ഞാൻ ഈ ഒരു ലൈന് കൊണ്ടുവന്നത്. ഷുഗുട്ടന് ഭയങ്കര ഒരു ഇതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഷുഗുട്ടന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഞാനിവിടെ ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നത്. കാരണം ഷുഗുട്ടൻ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട്, എന്താ ഇതിൻ്റെ നാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് അറിയില്ലല്ലോ. എൻ്റെ പക്കൽ ഒരുപാട് 4-5 ഇനം തൂക്ക് ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഇനിയും ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒരു 2-3 ചട്ടികളിലാക്കിയിട്ട് ഞാൻ ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വളർന്നിട്ട് ഇവിടെ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ശരിക്കും നിൽക്കുന്നത് കാണുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിനകത്ത് നിറച്ചും ചെടികൾ നടണം എന്നുള്ള ഒരു ഉദ്ദേശം കുറേ നാളായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട്. എന്തായാലും മക്കളൊക്കെ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകും. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചെടിയുടെ മൂട്ടിലും ഒക്കെ ഇറങ്ങണം എന്നുള്ള ഒരു രീതിയിൽ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേവപ്പൊക്കെ പെട്ടെന്ന് തന്നെ തീരുമല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ഞാൻ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ പകൽ നേരം വീട്ടിലെ ചെടിക്ക് മാത്രമല്ല ഒഴിക്കണം. നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ചെടിച്ചട്ടികളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ പക്കലുള്ള ചെടികൾ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് ചെടിച്ചട്ടികളിലാക്കി എന്നുള്ള ഒരു വിചാരത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ മതി, നമ്മളതൊരു കുറേ ചട്ടികളിലാക്കി വെക്കുന്നതാണ് സ്മെല്ലുണ്ട് ചാണകത്തിൻ്റെ. അപ്പോൾ പറയുന്നത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മാറിക്കോളും. ചെടികളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ തൂക്കി വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ എൻ്റെ പൂച്ചക്കുട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കൂടി അള്ളിപ്പിടിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ കയറുന്നത് കൊണ്ട് എല്ലാം അവർ അതിനകത്ത് കയറുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ ഇനി പൊട്ടി വന്ന് വീഴും. അപ്പോൾ താഴ്ഭാഗത്തൊക്കെ ഞാൻ ചെടികൾ വെച്ചിരുന്നതാണ്. എൻ്റെ പൂച്ചക്കുട്ടന്മാരതെല്ലാം തള്ളിയിട്ടു. അപ്പോൾ ഇനി നല്ല രീതിക്ക് കെട്ടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത്ര മട്ടിയുണ്ട് കേട്ടോ. ഈ മട്ടിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ തറയിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ മഴ സമയമായപ്പോഴത്തേക്കും പിരിച്ച് നട്ട എൻ്റെ ചെടികളാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ തൂക്കുചെടിയായിട്ടൊക്കെ നട്ടാൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ 2 മൂടുണ്ട്. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് കിട്ടിയതാണ്. അവരുടെ വീട്ടിലും അത് നല്ല രീതിക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു.
അടുത്തതായിട്ട് തൂക്കിയിടാനുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുവിധം പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ മാർബിൾ മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി വളർന്നിട്ട് ഞാൻ വിചാരിച്ചു എടുത്ത് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് വരുന്നത് മറ്റുള്ള ചെടികൾക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ ചാണകവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നോളും കേട്ടോ. ഇത് നമ്മുടെ പച്ച മണി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മാർബിൾ മണി പ്ലാന്റ്. ഇത് മാർബിൾ മണി പ്ലാന്റ് ആണ്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും നാൾ വെള്ളമൊന്നും ഒഴിക്കേണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ മൂട് പിടിച്ചു. അപ്പോൾ മൂടൊക്കെ പിടിച്ച് നല്ല രീതിക്കായിട്ടാണ് ഞാൻ എടുത്ത് ഫ്രണ്ടിലോട്ടൊക്കെ വെക്കാറ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.